കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്കുള്ള വഴി സുഗമമാക്കാൻ ഏറെ കഷ്ടപ്പെടുന്നത് NCPയുടെ സംസ്ഥാന താൽക്കാലിക അധ്യക്ഷൻ TP പീതാംബരൻ മാഷാണ്. ആരോടും ഒന്നിനുമില്ലാതെ ഒരു കോണിൽ ഒതുങ്ങിക്കൂടിയ ആദർശധീരനായ പീതാംബരൻ മാഷക്ക് ഇപ്പോൾ ഇരിക്കാനും നിൽക്കാനും നേരമില്ല. പാർട്ടിക്ക് 2 MLA-മാരുണ്ടായിപ്പോയതും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതുമാണ് പീതാംബരൻ മാഷയുടെ വിശ്രമം കളഞ്ഞത്. ഒരാളാണെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ്, മറ്റേ കക്ഷിക്കാണെങ്കിൽ ഭൂമി കണ്ടാൽ അപ്പോൾ സ്വന്തമാക്കണം. ഒടുവിൽ 2 എണ്ണവും മന്ത്രിസ്ഥാനത്തിന് തെറിച്ചപ്പോൾ അതിൽ ഒന്ന് തിരിച്ച് തരപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് മാഷ്. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീ അപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. അഭിഷേകവേളയാണെങ്കിലും നീ അപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. തന്റെ പാർട്ടിക്ക് നേതാക്കന്മാര് മാത്രമുള്ളൂന്ന് എനിക്കറിയാം. തന്നോടുള്ള ബന്ധം കൊണ്ട് മാത്രം ഇതൊക്കെ. അന്ന് വീരൻ ഞങ്ങളുടെ മുന്നണി വിട്ടു പോയപ്പോ താടി തോമസിനെയും തെയ്യനെയും അവിടുന്ന് ഇളക്കി ഞങ്ങളുടെ കൂടെ നിർത്തിയത് താനാ. അന്ന് താനാ കളി കളിച്ചില്ലായിരുന്നെങ്കിൽ വീണേനെ എല്ലാം കൂടി മൂക്കും കുത്തി. അതൊക്കെ മറക്കാൻ പറ്റുള്ളൂ. അതെ, സീറ്റിന്റെ കാര്യമൊക്കെ ഒരെണ്ണത്തിന് സാധ്യതയുണ്ട്, ചിലപ്പോ അതില്ലെന്നും വരും. ആന്റണി കമ്മീഷൻ ശ്രീ ശശീന്ദ്രനെ പൂർണ്ണമായും കുറ്റമുക്തനായ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ തിരികെ ചേരുന്നുള്ള അവകാശം, അർഹത പരിഗണിക്കണമെന്ന കാര്യം LDF കൺവീനറോട് പറയാനാണ് വന്നത്. ശശീന്ദ്രൻ്റെ പേരിലുള്ള അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കാണുകയും അതിനനുസരിച്ച് NCP തന്നെ നേരത്തെ എടുത്തിരുന്ന തീരുമാനം അനുസരിച്ച് കുറ്റക്കാരനല്ലാതെ വരുന്നാൽ ശശീന്ദ്രനെ തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമാണ് ആ പാർട്ടിക്കുള്ളതെന്നും അത് LDF-ൽ വളരെ വേഗം നടപ്പാക്കി കൊടുക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചു, അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹം മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരോട് സംസാരിച്ചതിന് ശേഷം ഉടനടി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. അതെ, LDF-ലുള്ള മറ്റുള്ളവരുമായിട്ട് ഞാൻ അഭിപ്രായം കൈമാറും. അപ്പോൾ കൈമാറുമ്പോൾ ഇന്നോ നാളെ ആയിട്ട് അത് തീർക്കും. 1000 മണിയൊച്ചയെതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു, അവിടുത്തെ കാരുണ്യമെതിരേറ്റു. സീറ്റിന് വേണ്ടി ഏതൊക്കെ നാറികൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം. ഇനി എല്ലാ ഒലപ്പാമ്പുകളും തലപൊക്കാൻ തുടങ്ങും. താനിവിടെ വൈകിട്ടുണ്ടാവുമല്ലോ, കാണാം. അല്ല, ഡൽഹി വരെ ഒന്ന് പോണം. ഓ, ശർമാജിയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. കൺവീനർ LDF-ന്റെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ടി വന്നാൽ LDF വിളിച്ചെന്ന് വരാം. എന്തായാലും ഇപ്പോൾ യോഗം വിളിച്ചാലും ആശയവിനിമയമാണല്ലോ. അത്തരം കാര്യങ്ങളിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി വളരെ വേഗം തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം. ഏകാഭിപ്രായമുള്ളൂ, അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. LDF-നകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലില്ല, പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, കഴിയുന്നത്ര വേഗം. ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു അങ്ങനെ ഒരു ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞാൽ പോരല്ലോ. ശശീന്ദ്രനെ പറ്റി അന്വേഷണ കമ്മീഷൻ വെച്ചപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണ കമ്മീഷൻ ശശീന്ദ്രനെ കുറ്റമുക്തമാക്കുകയാണെങ്കിൽ ശശീന്ദ്രൻ തിരിച്ചു മന്ത്രിയാകും എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. അത് അഖിലേന്ത്യാ പാർട്ടിയുടെയും കേരളത്തിലെ പാർട്ടിയുടെയും ഒരൊറ്റ അഭിപ്രായമാണ്. ചിലപ്പോൾ യോഗം വിളിക്കേണ്ടി വരും. അതല്ല മറ്റു രീതിയിലാണെങ്കിലും കഴിയുന്നത്ര വേഗം ഇത് തീരുമാനമാകണമെന്ന് NCP ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേഗം നമ്മൾ പറയേണ്ട കാര്യമില്ല. തിരിച്ച് മന്ത്രിയാകാനുള്ള അവസരം ലഭിക്കണമെന്ന് പറഞ്ഞാൽ നോട്ടിലെല്ലാം നടക്കുമല്ലോ. ഒരു തടസ്സവും ഇപ്പോഴും ഇല്ല, ഒരു തടസ്സമില്ല. പാർട്ടി മാത്രമല്ല, എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കും. സീറ്റിന്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകും. ഞാൻ വിളിക്കാം. ലാൽ സലാം സഖാവേ, സത്യേട്ടോ. എന്റെ ദൈവം ഭവാനെന്റെ ദൈവം. എന്നാൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. ചെന്നിത്തലയും ഹസ്സൻജിയും ഈ വിഷയത്തിൽ തികഞ്ഞ കലിപ്പിലാണ്. ധാർമ്മികതയിലാണ് ഈ കോൺഗ്രസ് പുലികൾ കയറി പിടിച്ചിരിക്കുന്നത്. അതെ, ഒരിക്കലും അദ്ദേഹം ധാർമ്മികമായി
അല്ലെങ്കിൽ ഈ അദ്ദേഹം കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്നത് യാഥാർത്ഥ്യം ശരിക്കും ജനങ്ങൾക്ക് ബോധ്യമല്ലാത്ത കാര്യമാണ്. കുറ്റവിമുക്തനാക്കുന്നതിൽ അങ്ങനെയുള്ള ഒരാളെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കുന്നത് അങ്ങേയറ്റം അധാർമികമാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ നിലപാട് ജനങ്ങൾ മുഖവിലക്കെടുക്കണമെങ്കിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് പരാമർശം വന്നിട്ടുണ്ടല്ലോ. അവരിൽ ആരെയെങ്കിലും ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഈ ജാഥ എഴുതുന്ന പോലും? AK ശശീന്ദ്രന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. നാളെ മന്ത്രിസഭയെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ കോടതി ഒരു പരാമർശം നടത്തുകയോ കോടതി കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്താൽ വീണ്ടും രാജിവെക്കേണ്ടി വരും. അത് കഴിഞ്ഞ് വീണ്ടും തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കാനുള്ള പദ്ധതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെപ്പറ്റി പ്രസംഗിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിലപാട് അങ്ങേയറ്റം ആക്ഷേപകരമായ ഒന്നാണ്. ഇപ്പം ചെന്നിത്തല ആദ്യം വേണ്ടത് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശ വിഷയമായിട്ടുള്ള നേതാക്കന്മാരെ മുഴുവൻ ജാഥയിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹം മാതൃക കാണിക്കണം. എന്നിട്ടായിരിക്കണം മറ്റുള്ളവരെ വിമർശിക്കേണ്ടത്. കോടിയേരി പറഞ്ഞതുപോലെ സോളാറുകാരൊക്കെ ഇപ്പോഴും ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടോ? ഇടവേള കഴിയുമ്പോൾ കാണാം.